ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കശുവണ്ടി കറി വെക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ആട്ടോ. അപ്പം പച്ച കശുവണ്ടി കറി വെക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇച്ചിരി കുറച്ചുകൂടെ മൂത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് പരിപ്പ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഇന്നാൾ കശുവണ്ടി പറക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നില്ല, അതിലെ കശുമാവിൻ്റെ കശുവണ്ടി പറിച്ചു കൊണ്ടേ വെച്ചേക്കുന്ന ആട്ടോ. ഇനി നമുക്കിത് എങ്ങനെ വെട്ടിയെടുക്കാമെന്ന് വെച്ചാൽ പഴയ ഒരു തുണി എടുക്കണം. അതിന് ശേഷം കശുവണ്ടി ഇതേപോലെ വെക്കണം. എന്നിട്ട് നമുക്കതിക്ക് നമുക്കിതുപോലെ മുറിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കശുവണ്ടിയുടെ ചൊനയൊക്കെ പറ്റാതിരിക്കാനായിട്ടോ. അപ്പോൾ നമ്മുടെ നമ്പക്കത്തിയാണ് തേങ്ങി തീർന്നതാട്ടോ. അപ്പോൾ അതിൻ്റെ അറ്റമൊക്കെ ഒടിഞ്ഞു പോയതാണ്. അതാണ് നമ്മുടെ നമ്പക്കത്തി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ നമ്പക്കത്തിയുടെ ചുണ്ട് വെച്ച് ഇതേപോലെ നമ്മുടെ കശുവണ്ടി നമുക്ക് പൊക്കിയെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ടെല്ലാം ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ ആ ഒരു തൊണ്ട് പൊളിച്ച് കളയും. അപ്പം നമ്മൾ എത്ര തുണി ഉപയോഗിച്ചാലും നമ്മുടെ കൈ എങ്ങനെയാണെങ്കിലും കശുവണ്ടിയിലോട്ട് പിടിക്കും കേട്ടോ. പക്ഷേ നമ്മൾ ഒരു തുണി ഉപയോഗിച്ച് പിടിക്കുമ്പോൾ അതിൻ്റേതായ ഒരു മാറ്റം ഉണ്ട് കേട്ടോ. ചൊനയൊന്നും പെട്ടെന്ന് തെറിക്കാതെയൊക്കെ ഇരിക്കും കേട്ടോ. ഇപ്പം പച്ച കശുവണ്ടി നല്ല സൂപ്പറാട്ടോ മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട്. അതുപോലെ തന്നെ പച്ച കശുവണ്ടി അരച്ചിട്ട് ചക്ക വയ്ക്കുമ്പം അതിന് കൊടുത്ത് തേങ്ങ അരയ്ക്കുന്ന കൊടുത്ത് പച്ച കശുവണ്ടി ചേർക്കണം, അത് നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനെല്ലാം പൊട്ടിച്ചെടുത്തതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ ഒത്തിരി മൂക്കാത്തതാണെങ്കിൽ പിഞ്ച് കശുവണ്ടിയാണെങ്കിൽ അത് ഇച്ചിരി പെട്ടെന്ന് നമുക്കിങ്ങനെ പൊളിഞ്ഞ് കിട്ടും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു ഈർക്കിലെടുത്തിട്ടാണെങ്കിലും അത് വെച്ച് നമുക്ക് ഇതിൽ നിന്ന് കിള്ളിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മൊത്തം പൊട്ടിച്ചെടുത്തതിന് ശേഷം കാണാവേ. അപ്പോൾ ഇതേ നമ്മുടെ കശുവണ്ടി ഫുള്ളായിട്ട് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പുറന്തോടൊക്കെ പൊളിച്ച് കളഞ്ഞ് ഇതേപോലെ കുറച്ച് കശുവണ്ടി ഉള്ളൂ കേട്ടോ. പക്ഷേ ഇത് നമുക്ക് കറി വെച്ച് ചെയ്യുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്കൊന്നുകൂടെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു സബോളയും ഒരു പച്ചമുളകും കേട്ടോ. അപ്പോൾ സബോളയും നമ്മൾ വഴറ്റിയാട്ടോ എടുക്കുന്നത്. പക്ഷേ ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് മാറ്റിയാട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് കനം കുറച്ച് നമ്മൾ അരിഞ്ഞിടണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു മുളക് മതി കേട്ടോ, കാരണം കുറച്ച് കശുവണ്ടിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതേ മൊത്തം ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം പറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാക്കുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം സബോള ഞാൻ വാരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സബോള. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഒരു കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. വേറെ മസാലകളൊന്നും നമുക്ക് ചേർക്കേണ്ട, നമുക്ക് മീറ്റ് മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേ നമ്മുടെ സബോള നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ 2 സ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 വലിയ സ്പൂൺ. ഇപ്പോൾ ഞാൻ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആ സ്പൂണിന് മസാല പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കശുവണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കശുവണ്ടി ഇങ്ങനെ തോണ്ടി എടുത്ത് അലിഞ്ഞു പോണ ആ ഒരു രീതിയിൽ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ കുറേ കഴിഞ്ഞത്തേക്ക് നന്നായിട്ട് തിളയൊക്കെ വന്നാൽ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പം വെളിച്ചെണ്ണയിലാട്ടോ നമ്മൾ ആ ഒഴിച്ച് കൊടുത്ത എണ്ണ ഇത് കണ്ടോ നമുക്ക് തെളിഞ്ഞ് വരുന്ന കാണാം. ആ എണ്ണയിൽ കിടന്ന് നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇളക്കി ഒന്നുകൂടെ യോജിപ്പിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ നമ്മുടെ വെള്ളമില്ലാത്തതുകൊണ്ട് കൊണ്ട് ചട്ടിക്ക് അടിക്ക് പിടിക്കാതെ നോക്കണമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇത് കണ്ടോ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കി കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് കണ്ടോ, കയ്യ് ചൂടായിരുന്നു പക്ഷെ നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടി കേട്ടോ. ചൂട് കാരണം ഞാനങ്ങ് താഴോട്ടിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിത് വാങ്ങി വെച്ചേക്കുക കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കശുവണ്ടി കറി, നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നാലും എല്ലാവരും കശുവണ്ടി ഉള്ളവരൊക്കെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.